ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് സഹാറ സെന്ററിലേക്ക് പോവാണ്. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ നെക്സ്റ്റ് വ്ലോഗ്. അപ്പോൾ നമ്മൾ സഹാറ സെന്റർ ഷാർജയിൽ വന്നിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങാമെന്ന് വെച്ചാൽ ഇവിടെ ചാർജിങ് സ്റ്റേഷനുണ്ട്, ഈ ചാർജിങ് സ്റ്റേഷൻ. അപ്പോൾ ട്രൈ ആക്കാമെന്ന് വെച്ചാൽ ഇവിടെ EV ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അപ്പം നമ്മൾ ചാർജ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഇവിടുത്തെ EV ചാർജിങ്ങിൻ്റെ പ്ലഗിന് എന്തൊരു കംപ്ലൈൻറ്റ് ഉണ്ട്, ഇത് വർക്കിംഗ് അല്ല. അപ്പം നമ്മളൊന്ന് നടന്ന് ഫുഡ് കോർട്ടിൽ വന്ന ഇവിടെ പപ്പാ റൊട്ടി ഉണ്ട്. അപ്പം നമ്മൾ പപ്പാ റൊട്ടിയിൽ നിന്നൊരു പപ്പാ മിൽക്ക് ടീ കുടിക്കാമെന്ന് വിചാരിച്ചു. പപ്പാ മിൽക്ക് ടീ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വ്ളോഗ് എടുക്കാനായിട്ടുള്ള ഒരു ടൈം റൂഹി നമുക്ക് തരുന്നില്ല. ഒരു കറക്റ്റ് ചായ കുടിച്ച് റിലാക്സ് ചെയ്യാൻ വന്ന ഞാൻ ഞാൻ ഒരു കറക്റ്റ് ചായ കുടിച്ച് റിലാക്സ് ചെയ്യാൻ വന്നതാ. ഈ മുതലോ നമ്മളിവിടെ വന്നപ്പം ഒരു ബേബി ഷോപ്പ്, എൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല, ഞാനത് മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അവിടെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള. സ്മാർട്ട് ബേബി എന്ന് പറഞ്ഞ ബ്രാൻഡായിരുന്നു. അപ്പം അതിൻ്റെ നല്ല ഓഫർ കണ്ടപ്പോൾ നമ്മളൊരു വീട്ടിലിടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടൊന്നും വന്നതല്ല, നമ്മുടെ സത്യത്തിൽ ചാർജിങ് സ്റ്റേഷൻ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ സൂപ്പർ ചാർജറും ഉണ്ട്, നോർമൽ ചാർജേഴ്സും ഉണ്ട്. സൂപ്പർ ചാർജറാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചാർജ് നമുക്ക് സെറ്റാവും. നോർമൽ ചാർജ് ആണെങ്കിൽ ടൈം എടുക്കും. ഇതെല്ലാം നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. നമ്മൾ ചായയും കോഫിയും കുടിച്ചിട്ട് ഇപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ടൈം 10:45 ആയിട്ടുണ്ട്. നമുക്കിവിടെ ഒരു 15 to 20 മിനിറ്റ്സ് എടുക്കും. ട്രാഫിക് ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ എടുക്കും. ഇവിടെ നൈസ് ഷോപ്സ്. കുട്ടികളുമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് പേരൻസിനൊന്ന് ജില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇവിടെ ചെറിയ തീം പാർക്ക് പോലൊക്കെ റൈഡ്സും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ മോൾസൊക്കെ ഒരു 12 o'clock വരെ ഉണ്ട്. ഒരുപാട് തിരക്കുള്ള ഒരു മോളല്ല ആക്ച്വലി സഹാറ സെൻറ്റർ. അത്യാവശ്യം ബ്രാൻഡ്സിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓഫർ വരികയൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ ഒരു 90s വ്യൂ ഉണ്ട്. ഈ വെള്ളച്ചാട്ടം നല്ല ഭംഗിയില്ലേ കാണാൻ. എന്തെങ്കിലും ഇവൻറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സൊക്കെ ഉള്ള സമയത്ത് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി എത്തി വന്നിരിക്കുകയാണ്. റൂഹി വാവയുടെ സൗണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. നമ്മൾ പാർക്കിംഗ് നമ്മൾ മാത്രമേ ഉള്ളൂ. ഇവിടെ വലിയ തിരക്കൊന്നും ഉള്ള മോളല്ല. ഈവൻ ഫ്രൈഡേ ആയിട്ട് കൂടി ഇവിടെ വലിയ തിരക്കില്ല. നല്ല രസമുണ്ടല്ലേ കാണാൻ. ആക്ച്വലി ഇവിടെ പ്രസ് ചെയ്തത് നമ്മളിവിടെ അല്ല കേട്ടോ. അമേരിക്കനിൽ ഇവിടെ സഹാറ സെൻറ്ററിൽ 75 to 50% ഓഫ് ഉണ്ട്. മറ്റ് മോളുകളിൽ അത് വളരെ കുറവാണ്. എല്ലാ മോളിലും ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്നത് സിറ്റി സെൻറ്റർ നോർത്തിലാണ്. അവിടെ ഇത്രയും വലിയ ഓഫേഴ്സ് കൊടുക്കുക. അല്ലാതെ അവിടുത്തെ പ്രോഡക്റ്റ്സ് കുറച്ചുകൂടി നല്ലതാണ്. ഇവിടെ കുറച്ചൊന്ന് നല്ലത് നോക്കി സെലക്ട് ചെയ്താൽ നല്ലതാണ്. ഇന്നലത്തെ വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാഞ്ഞത് നെക്സ്റ്റ് ഡേ വ്ളോഗ് കൂടി ഞാൻ ആഡ് ചെയ്യും. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ അജ്മാൻ വരെ പോകാൻ പോവുകയാണ്. നമ്മളൊന്ന് ഹെൽത്ത് ഒക്കെ ഒന്ന് നോക്കാം. ന്യൂ ഇയർ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് കൊളസ്ട്രോളും ഷുഗറും പ്രഷറും എല്ലാം ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മൾ അജ്മാനിൽ പോകാനുണ്ടാകുന്ന റീസൺ എന്ന് പറയുന്നത് അവിടെ തുമ്പൈ ഹോസ്പിറ്റലിൽ നമുക്ക് ഓഫറുണ്ട്. December 4th വരെയാണ് ഓഫറുള്ളത്. ഇന്നലെ അപ്പം നമ്മൾ വിളിച്ച് ചോദിച്ചപ്പോൾ ഇന്ന് അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ പോവുകയാണ്.
ഞാൻ തുമ്പായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അജ്മാൻ മെഡിക്കൽ സെൻറ്ററിലാണ് ഈ ഓഫർ ഉള്ളത്. സ്ട്രേറ്റ് ചെന്നാൽ മതി. അപ്പോൾ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് മുന്നേ പോയിട്ട് വരാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് റെഡിയാക്കി. കുഞ്ഞിനെ കുളിപ്പിക്കണമായിരുന്നു, അതും കഴിഞ്ഞു. റെഡിയാക്കി, നമ്മൾ റെഡിയായി, ഫുഡ് കഴിച്ചു, ഇറങ്ങി. നമ്മൾ നാദൽ ഹമർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പം ഇവിടെ അടുത്ത് തന്നെ ഒരു മക്ഡൊണാൾഡ്സ് ഉണ്ട്. അപ്പോൾ മക്ഡൊണാൾഡ്സിൽ നിന്ന് 2 കറക്റ്റ് ചായ മേടിച്ച് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ അജ്മാൻ എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വെയിലുണ്ട്, പക്ഷെ ഭയങ്കര ചൂടില്ല. നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയോ എന്നൊരു സംശയം. ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. ഞാൻ അവിടെ വെച്ചുള്ള ക്ലിപ്സ് ഒന്നും എടുത്തിട്ടില്ല. പ്രത്യേകിച്ച് കണ്ടിട്ടുള്ള വീഡിയോ ഒന്നുമല്ല ഞാൻ ഇട്ടിരിക്കുന്നത്. ജസ്റ്റ് ആ ഫ്ലോയിൽ ഞാനങ്ങ് എടുത്തതാണ് വീഡിയോസ് മിക്സ് ചെയ്ത് ഞാനിപ്പം ഇടുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടിൽ ദെൻ ബൈ.